പി എസ് സി ആസ്ഥാനത്തേക്കുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. പി എസ് സി ആസ്ഥാനത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ഇതുവരെ സർക്കാർ സ്ഥിരപ്പെടുത്താത്ത ഒരു തസ്തികയാണ്. പി എസ് സി നിയമനം നടത്തണമെങ്കിൽ ഒരു 5 ഈ നിയമനം ശുദ്ധമായ തട്ടിപ്പാണ്. നമുക്കറിയാം, പി എസ് സി നിയമനം നടത്തണമെങ്കിൽ, പി എസ് സി ഒരു തസ്തികയിലേക്ക് പരീക്ഷ നടത്തണമെങ്കിൽ അത് സർക്കാർ ആ തസ്തിക സ്ഥിരപ്പെടുത്തിയിരിക്കണം. നിയമപരമായി ഈ അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ തസ്തിക ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. 1984 ഇത് താൽക്കാലികമായി പ്രത്യേകമായിട്ട് ചട്ടം ഉണ്ടാക്കിയെന്നാണോ നിങ്ങൾ? അതുകൊണ്ട് ഇത് 2 അഴിമതിയാണ്. ഒന്ന്, ഇത് നിലവിൽ സ്ഥിരപ്പെടുത്താത്ത ഒരു തസ്തികയാണ്. ഇത് താൽക്കാലികമായി സൃഷ്ടിച്ച ഒരു തസ്തികയാണ്. അതിലേക്കാണ് നിയമനം നടത്തുന്നത്. അത് ഒന്നാമത്തെ തട്ടിപ്പ്. ആ തട്ടിപ്പ് നടക്കുന്നത് പുരാരേഖ വകുപ്പ് ഡയറക്ടർ പി എസ് സിയും സർക്കാരിനെയും സബ്ജക്ട് കമ്മിറ്റിയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്തരം ഒരു ഇന്റർവ്യൂവിന് കളമൊരുക്കിയത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ ഇന്റർവ്യൂവിലെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ മാത്രമാണ് ഉള്ളത്. ഒരാൾക്ക് മാത്രം പരീക്ഷ. അതെ, എന്തിനാണ് പിന്നെ പി എസ് സി ഇന്റർവ്യൂ എടുത്തത്? ഫേസ്ബുക്കിൽ അദ്ദേഹമാണ് 2017 മുതൽ പിന്നെ അസിസ്റ്റന്റ് കൺസർവേറ്റീവ് ഓഫീസറായി താൽക്കാലികമായി അവിടെ ജോലി ചെയ്തു വരുന്ന ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് വേണ്ടിയാണ് മുഴുവൻ മാനദണ്ഡങ്ങളും അട്ടിമറിച്ചത്. നമുക്കറിയാം, ഇതിന്റെ അടിസ്ഥാന യോഗ്യത MSc കെമിസ്ട്രിയാണ്. ഉണ്ണികൃഷ്ണന് വേണ്ടി MSc കെമിസ്ട്രിയും അതുപോലെ തന്നെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഈ മേഖലയിൽ അത് ഉണ്ണികൃഷ്ണന് മാത്രമുള്ളതാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണനെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി, ഉണ്ണികൃഷ്ണനെ സഹായിക്കുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന നടന്നിരിക്കുന്നു, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സുനീഷ, എന്തിനാണ് പ്രതിഷേധം? അസിസ്റ്റന്റ് കൺസർവേഷൻ തസ്തികയിലേക്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ ചട്ടവിരുദ്ധമായി പരിഗണിക്കുന്നു എന്നാണോ യൂത്ത് കോൺഗ്രസിന്റെ പരാതി? എന്താണ് സംഭവിക്കുന്നത് അവിടെ? അതെ അരുൺ, നിലവിൽ പരാതിയായി യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്നത് അതാണ്. അതായത് അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ഒരാളെ മാത്രം പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അത് ഉണ്ണികൃഷ്ണന് വേണ്ടി മാത്രമാണ്. അത് പി എസ് സിക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ മാത്രം അതിന്റെ ഇന്റർവ്യൂവിനായി വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ, അതായത് ഉണ്ണികൃഷ്ണന്റെ ഫേസ്ബുക്കിൽ ഈ കൺസർവേഷൻ ഓഫീസർ എന്നുള്ള രീതിയിൽ നേരത്തെ തന്നെ എഴുതി, അത് പ്രൊഫൈലിൽ എഴുതിയിട്ടുമുണ്ട്. ഒരു ഇന്റർവ്യൂ പോലും കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് നേരത്തെ മുൻകൂട്ടിയുള്ള ആസൂത്രിതമായ നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ ഈ പി എസ് സി ആസ്ഥാനത്തേക്ക് നടത്തുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുമ്പ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് കയറുകയും പിന്നാലെ തന്നെ ഈ പി എസ് സി ആസ്ഥാനത്തേക്ക് തള്ളിക്കയറുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റു ചില പ്രവർത്തകർ ഇപ്പോഴും ഈ പി എസ് സി ആസ്ഥാനത്ത് വലിയ പ്രതിഷേധവുമായി നിൽക്കുകയാണ്. പി എസ് സി ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വലിയ പ്രതിഷേധം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഉണ്ണികൃഷ്ണന് വേണ്ടി മാത്രം ഒരു ഇന്റർവ്യൂ നടത്തുന്നു ഇതിനകത്ത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കൺസർവേഷൻ ഓഫീസർ തസ്തികയിലേക്ക് ഒരാളെ മാത്രം പരിഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവരവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. ഒരാൾക്ക് വേണ്ടി മാത്രം അനധികൃതമായിട്ട് ഒരു നിയമനം പി എസ് സി ഇപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. പി എസ് സി നിയമനത്തെക്കുറിച്ചുള്ള പി എസ് സി നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. പക്ഷേ ഈ വാർത്തയിലെ കഥാപാത്രത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. പണ്ടൊരു കാലത്ത് പ്രായമേറിയ മനുഷ്യർക്കറിയാം, ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് രേഖപ്പെടുത്തിയ ഒരു ചലച്ചിത്രമായിരുന്നു അത്. ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണന് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് പി എസ് സി വരുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു, ആ ഉണ്ണികൃഷ്ണന് വേണ്ടിയിട്ടുള്ള ഈ ജോലി കൊടുപ്പ് അത് സ്ഥിരപ്പെടുത്താത്ത തസ്തികയിലേക്കുള്ള തട്ടിപ്പാണ് എന്ന് പറയുന്നു. കാലം പോയ പോക്കേ. ഇവിടെ വരെ സമയം ഇപ്പോൾ 9:14. പി എസ് സി ആസ്ഥാനത്തേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമുക്ക് ഒന്ന്